ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വൺസ് അഗെയിൻ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിലായിട്ട് സ്റ്റേറ്റ് സിലബസ് 8th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ഏർലി ഹ്യൂമൻ ലൈഫ്, ആദ്യകാല മനുഷ്യജീവിതം, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസിലൂടെയാണ് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത്. പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസിലൂടെയാണ് നമ്മൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ആ ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി റിവൈസ് ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ ബാക്കി ടോപ്പിക്സിലോട്ട് പോവാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: റിമാർക്കബിൾ പാലിയോലിത്തിക് സൈറ്റ് ഇൻ ഇന്ത്യ. നമ്മൾ അതിൻ്റെ ഉത്തരം പറഞ്ഞിരുന്നു ഭിംബേത്ക ഇൻ മധ്യപ്രദേശ്. ഇന്ത്യയിലെ പ്രാചീന ശിലായുഗ കേന്ദ്രങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായത്, അതാണ് ഇതിൻ്റെ മലയാളം ടൈപ്പ് ക്വസ്റ്റ്യൻ വരുന്നത്. നമ്മൾ പറഞ്ഞിരുന്നു മധ്യപ്രദേശിലെ ഭിംബേത്കയാണ് പ്രാചീന ശിലായുഗ കേന്ദ്രങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായത് ഇന്ത്യയിലെ. അതിനുശേഷം നമ്മൾ മിസോലിത്തിക് ഏജിലേക്കാണ് പോയത്. വൈ ദ മിസോലിത്തിക് ഏജ് ഈസ് കോൾഡ് മൈക്രോലിത്തിക് ഏജ്? എന്തുകൊണ്ടാണ് മിസോലിത്തിക് ഏജിനെ മൈക്രോലിത്തിക് ഏജ് എന്ന് വിളിക്കുന്നത്? ഇൻ മെസോലിത്തിക് ഏജ് സ്മോൾ സ്റ്റോൺ ടൂൾസ് വിത്ത് ഷാർപ്പ് പോയിന്റ്സ് വെയർ യൂസ്ഡ്. അപ്പോൾ മിസോലിത്തിക് ഏജിൽ മുനയുള്ളതും അതുപോലെ തന്നെ സൂക്ഷ്മവുമായിട്ടുള്ള ആയുധങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. സോ ദിസ് ഏജ് ഈസ് ഓൾസോ കോൾഡ് മൈക്രോലിത്തിക് ഏജ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മിസോലിത്തിക് ഏജിനെ നമ്മൾ മൈക്രോലിത്തിക് ഏജ് എന്നും പറയുന്നു. ഇൻ മിസോലിത്തിക് ഏജ് സ്മോൾ സ്റ്റോൺ ടൂൾസ് വിത്ത് ഷാർപ്പ് പോയിന്റ്സ് വെയർ യൂസ്ഡ്. സോ ദിസ് ഏജ് ഈസ് ഓൾസോ കോൾഡ് മൈക്രോലിത്തിക് ഏജ്. അപ്പോൾ ഇതിൻ്റെ മലയാളം ടൈപ്പ് ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയാണ്: മധ്യശിലായുഗത്തെ സൂക്ഷ്മശിലായുഗം എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ട്? അപ്പോൾ മധ്യശിലായുഗത്തിൽ സൂക്ഷ്മവും മുനയുള്ളതുമായ ആയുധങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ശിലായുഗത്തെ നമ്മൾ സൂക്ഷ്മശിലായുഗം എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇത്രയാണ് ഇതിനുള്ള ഉത്തരം. ഇനി പിന്നെ നമ്മൾ പറഞ്ഞത് പ്രോഗ്രസ് ഇൻ ഹ്യൂമൻ ലൈഫ് ഡ്യൂറിങ് ദി മിസോലിത്തിക് ഏജ്. മധ്യശിലായുഗത്തിലെ മനുഷ്യജീവിതത്തിൽ ഉണ്ടായ പുരോഗതികൾ, അതാണ് നമ്മൾ ഓരോന്നായിട്ട് പറയാൻ പോവാണ്. ബോസ് ആൻഡ് ആരോസ് വെയർ യൂസ്ഡ് ഫോർ ഹണ്ടിങ്. വേട്ടയാടലിന് വേണ്ടി അമ്പും വില്ലും ഉപയോഗിച്ചു. ബോസ് ആൻഡ് ആരോസ് വെയർ യൂസ്ഡ് ഫോർ ഹണ്ടിങ്. പിന്നെ ദേ ബിഗാൻ സെറ്റിൽഡ് ലൈഫ്. അവർ സ്ഥിരതാമസം ആരംഭിച്ചു. സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് സെറ്റിൽ ചെയ്യാനായിട്ട് തുടങ്ങി. ദേ ബിഗാൻ സെറ്റിൽഡ് ലൈഫ്. പിന്നെ ഡൊമസ്റ്റിക്കേറ്റഡ് ഡോഗ്സ്. നായകളെ ഇണക്കി വളർത്താനായിട്ട് തുടങ്ങി. ലോഗ്സ് വെയർ ടൈഡ് ടുഗദർ ആൻഡ് യൂസ്ഡ് ഫോർ നാവിഗേഷൻ. മരത്തടികളൊക്കെ കൂട്ടിക്കെട്ടി അവരത് യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു. ദേ ബിഗാൻ ടു എക്സ്ചേഞ്ച് ഫുഡ്, ഓർണമെന്റ്സ് ആൻഡ് വെപ്പൺസ്. ഭക്ഷണ പദാർത്ഥങ്ങളും അതുപോലെ തന്നെ ഓർണമെന്റ്സ്, ആഭരണങ്ങളും അതുപോലെ തന്നെ ഉപകരണങ്ങളും ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് തുടങ്ങി. ദേ വെയർ ഏബിൾ ടു ഹണ്ട് ആനിമൽസ് ഫ്രം അഫാർ. ദൂരെ നിന്ന് പോലും അവർക്ക് ആനിമൽസിനെ വേട്ടയാടാനായിട്ട് സാധിച്ചിരുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ നിങ്ങൾ വീഡിയോ ഉപകാരപ്രദമായിട്ട് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ബാക്കി പോർഷൻസിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. നിയോലിത്തിക് ഏജിലേക്ക് നമ്മൾ കടക്കുകയാണ്. വാട്ട് ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് നിയോലിത്തിക് ഏജ്? നവീന ശിലായുഗത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തെല്ലാം? ഇൻ ദ പീരീഡ് സബ്സിക്വൻറ്റ് ടു ദ മിസോലിത്തിക് ഏജ് മാൻ ബിഗാൻ ടു യൂസ് പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ്. അപ്പോൾ മിസോലിത്തിക് ഏജ് കഴിഞ്ഞിട്ട് വരുന്ന നിയോലിത്തിക് ഏജിൽ മനുഷ്യർ മിനുസപ്പെടുത്തിയ ശിലായുധങ്ങൾ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. ദ ബിഗിനിങ് ഓഫ് കൾട്ടിവേഷൻ വാസ് ദ മേജർ പ്രോഗ്രസ് ഇൻ ദിസ് പീരീഡ്. ഈ ഒരു പീരീഡിൽ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രസ് ആയിട്ട് കാണാൻ പറ്റുന്നത് ബിഗിനിങ് ഓഫ് കൾട്ടിവേഷൻ, കൃഷിയുടെ ആരംഭമാണ്. ദ ചേഞ്ച് ഫ്രം ഫുഡ് ഗാദറിംഗ് ടു ഫുഡ് പ്രൊഡക്ഷൻ ഈസ് എ ലാൻഡ്മാർക്ക് ഇൻ ദി ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ ലൈഫ്. അപ്പോൾ ഫുഡ് ഗാദറിങ്ങിൽ നിന്ന് ഫുഡ് പ്രൊഡക്ഷനിലേക്കുള്ള ആ ഒരു മാറ്റം എന്ന് പറയുന്നത് മനുഷ്യ ചരിത്രത്തിലെ വഴിത്തിരിവായിരുന്നു. ഫ്രം ഫുഡ് ഗാദറിംഗ് ടു ഫുഡ് പ്രൊഡക്ഷൻ. മാൻ ബിഗാൻ ടു കൾട്ടിവേറ്റ് ആൻഡ് സെറ്റിൽ ഡൗൺ ഇൻ റിവർ വാലീസ്. അപ്പോൾ നദീതടങ്ങളിൽ അവർ കൃഷി ചെയ്യാനും അതുപോലെ തന്നെ അവിടെ സ്ഥിരവാസം ആരംഭിക്കുകയും ചെയ്തു. അവിടെ താമസിക്കുകയും നദീതടങ്ങളിൽ താമസിക്കുകയും അതുപോലെ തന്നെ അവിടെ കൃഷി ചെയ്യുകയും ചെയ്തു. ബീങ്സ് ബിഗാൻ ടു റെയർ ആനിമൽസ് ഫോർ ഫുഡ്. അപ്പോൾ നവീന ശിലായുഗത്തിൽ മനുഷ്യർ എന്ത് ചെയ്തു തുടങ്ങി? അവർ ഭക്ഷണാവശ്യത്തിന് വേണ്ടി മൃഗങ്ങളെ വളർത്താനായിട്ട് തുടങ്ങി. ദേ ബിഗാൻ എ സെറ്റിൽഡ് ലൈഫ് ഫോർ ദി പർപ്പസ് ഓഫ് കൾട്ടിവേഷൻ ആൻഡ് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ്. ആനിമൽസിനെ വളർത്താൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ കാർഷിക ആവശ്യത്തിന് വേണ്ടിയിട്ടും അവരൊരു സെറ്റിൽഡ് ലൈഫ്, ഒരു സ്ഥിരതാമസം ആരംഭിച്ചു. അപ്പോൾ കൾട്ടിവേഷന് വേണ്ടിയും ആനിമൽസിൻ്റെ ഡൊമസ്റ്റിക്കേഷന് വേണ്ടിയും അവർ സ്ഥിരതാമസം ആരംഭിച്ചു. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം.
വാട്ട് ആർ ദ റീസൺസ് ദാറ്റ് ലെഡ് ടു കൾട്ടിവേഷൻ ഡ്യൂറിങ് നിയോലിത്തിക് ഏജ്? എന്തൊക്കെ കാരണങ്ങളാണ് നിയോലിത്തിക് ഏജിൽ, നവീന ശിലായുഗത്തിൽ കൃഷിയിലേക്ക് നയിച്ചത്? എൻവയോൺമെൻറ്റൽ ചേഞ്ചസ്, പരിസ്ഥിതിയിലുണ്ടായ മാറ്റം. സ്കേഴ്സിറ്റി ഓഫ് ഫുഡ് സ്കേഴ്സിറ്റി, അതായത് ഭക്ഷണം ലഭ്യമല്ലാത്ത ഒരവസ്ഥ. പിന്നെ പോപ്പുലേഷൻ ഗ്രോത്ത്, ജനസംഖ്യാ വർദ്ധനവ്. ഇതൊക്കെയാണ് കൃഷിയിലേക്ക് അവരെ നയിച്ച കാര്യങ്ങൾ. എൻവയോൺമെൻറ്റൽ ചേഞ്ചസ്, പോപ്പുലേഷൻ ഗ്രോത്ത്, സ്കേഴ്സിറ്റി ഓഫ് ഫുഡ്, ഇതൊക്കെയാണ് നിയോലിത്തിക് മെന്നിനെ കൃഷിയിലേക്ക് നയിച്ചത്. ഇനി നമുക്കിതിൻ്റെ മലയാളം ടൈപ്പ് ക്വസ്റ്റ്യൻസ് നോക്കാം. നവീന ശിലായുഗത്തിലെ മനുഷ്യരെ കൃഷിയിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തെല്ലാം? കൃഷിയിലേക്ക് നയിച്ച എന്നാണ്, ഞാൻ അവിടെ നയിച്ചെന്നാണ് എഴുതിയിരിക്കുന്നത്, സോറി ഫോർ ദ മിസ്റ്റേക്ക്. അപ്പോൾ നമുക്ക് ഉത്തരങ്ങൾ നോക്കാം. പരിസ്ഥിതിയിലുണ്ടായ മാറ്റം, ഭക്ഷണത്തിൻ്റെ ലഭ്യത കുറവ്, ജനസംഖ്യാ വർദ്ധനവ്, ഇതൊക്കെയാണ് നവീന ശിലായുഗത്തിലെ മനുഷ്യരെ കൃഷിയിലേക്ക് നയിച്ചത്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൂ ടേംഡ് ദ ചേഞ്ചസ് ഇൻ നിയോലിത്തിക് ഏജ് ആസ് നിയോലിത്തിക് റവല്യൂഷൻ? അപ്പോൾ നിയോലിത്തിക് ഏജിൽ കുറേ മാറ്റങ്ങളൊക്കെ, കൃഷി ഉണ്ടായത് മൂലം കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മാറ്റങ്ങളെയൊക്കെ നിയോലിത്തിക് റവല്യൂഷൻ എന്ന് വിളിച്ചത് ആരാണ്? ഗോർഡൻ ചൈൽഡ്, ദ ഹിസ്റ്റോറിയൻ ടേംഡ് ദ ചേഞ്ചസ് ഇൻ നിയോലിത്തിക് ഏജ് ആസ് നിയോലിത്തിക് റവല്യൂഷൻ. അപ്പോൾ ഹിസ്റ്റോറിയൻ ആയിട്ടുള്ള ഗോർഡൻ ചൈൽഡാണ് ഈ നിയോലിത്തിക് ഏജിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെ നിയോലിത്തിക് റവല്യൂഷൻ എന്ന് വിളിച്ചത്. അപ്പോൾ നിയോലിത്തിക് ഏജിൽ കുറേ മാറ്റങ്ങൾ, കൃഷിയുടെ വരവോടുകൂടി കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ മാറ്റങ്ങളെയൊക്കെ നിയോലിത്തിക് റവല്യൂഷൻ എന്ന് വിളിച്ചത് ഹിസ്റ്റോറിയൻ ആയിട്ടുള്ള ഗോർഡൻ ചൈൽഡാണ്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ മലയാളം ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കാം. നവീന ശിലായുഗത്തിലുണ്ടായ മാറ്റങ്ങളെ നവീന ശിലായുഗ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചതാര്? ആരാണ്? ചരിത്രകാരനായ ഗോർഡൻ ചൈൽഡാണ് നവീന ശിലായുഗത്തിലുണ്ടായ മാറ്റങ്ങളെ നവീന ശിലായുഗ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത്. അപ്പോൾ നവീന ശിലായുഗത്തിലുണ്ടായ മാറ്റങ്ങളെ നവീന ശിലായുഗ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് ചരിത്രകാരനായ ഗോൾഡൻ ചൈൽഡാണ്. വൺ വേർഡൊക്കെ ആയിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും അത് നോക്കിയേക്കണം. ഇതിൽ കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. ടെക്നോളജിക്കൽ പ്രോഗ്രസ് അറ്റൈൻഡ് ഇൻ നിയോലിത്തിക് ഏജ്. നിയോലിത്തിക് ഏജിൽ, നവീന ശിലായുഗത്തിൽ അവരെ അറ്റൈൻ ചെയ്ത ആ ഒരു സാങ്കേതിക നേട്ടങ്ങളാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. ടെക്നോളജിക്കൽ പ്രോഗ്രസ് അറ്റൈൻഡ് ഇൻ നിയോലിത്തിക് ഏജ്. വുഡൻ ഹാൻഡിൽഡ് സ്റ്റോൺ ആക്സസ് ആൻഡ് സിക്കിൾസ് വെയർ മെയ്ഡ്. മരപ്പിടിയുള്ള കൽക്കോടാലികളും അതുപോലെ കല്ലുകൊണ്ടുള്ള അരിവാളുകളും ആ ഒരു സമയത്ത് ഉപയോഗിച്ചു. എങ്ങനെയുള്ളതാണ്? മരപ്പിടിയുള്ള കൽക്കോടാലികളും. വുഡൻ ഹാൻഡിൽഡ് സ്റ്റോൺ ആക്സസ് ആൻഡ് സിക്കിൾസ് വെയർ മെയ്ഡ്. അടുത്തത്, വുഡൻ വീൽസ് വെയർ യൂസ്ഡ് ഫോർ മേക്കിംഗ് പോട്ടറി. മൺപാത്രം ഉണ്ടാക്കാനായിട്ട് അവർ തടി കൊണ്ടുള്ള ചക്രങ്ങൾ, വുഡൻ വീൽസ് ഒക്കെ ഉപയോഗിച്ചു. അപ്പോൾ മൺപാത്ര നിർമ്മാണത്തിന് അവർ തടി കൊണ്ടുള്ള ചക്രങ്ങളൊക്കെ ഉപയോഗിച്ചു. വുഡൻ വീൽസ് വെയർ യൂസ്ഡ് ഫോർ മേക്കിംഗ് പോട്ടറി. അടുത്തത്, ഓർണമെൻറ്റ്സ് വെയർ മെയ്ഡ് ഓഫ് സ്റ്റോൺ, വുഡ് ആൻഡ് ബോൺ. കല്ല്, തടി, എല്ല് എന്നിവ കൊണ്ട് അവർ ആഭരണങ്ങൾ നിർമ്മിച്ചു. ഓർണമെൻറ്റ്സ് വെയർ മെയ്ഡ് ഓഫ് സ്റ്റോൺ, വുഡ് ആൻഡ് ബോൺ. അടുത്തത്, ഹാർപൂൺസ് ആൻഡ് ഫിഷിംഗ് ഹൂക്സ് വെയർ യൂസ്ഡ് ഫോർ ഫിഷിംഗ്. മീൻ പിടിക്കുന്നതിന് വേണ്ടി അവർ ചൂണ്ടയും ചാട്ടുളിയും ഉപയോഗിച്ചു. ഹാർപൂൺസ് ആൻഡ് ഫിഷിംഗ് ഹൂക്സ് വെയർ യൂസ്ഡ് ഫോർ ഫിഷിംഗ്. അടുത്തത്, ക്ലോത്ത്സ് വെയർ വുവൺ ഔട്ട് ഓഫ് ജൂട്ട് ഫൈബേഴ്സ് വെർ സ്യൂൺ യൂസിങ് നീഡിൽസ് ഫാഷൻ ഫ്രം ബോൺസ്. അപ്പോൾ എല്ലുകൊണ്ട് അവർ സൂചികൾ നിർമ്മിച്ചതായിട്ട്, നീഡിൽസ് ഉണ്ടാക്കിയതായിട്ട് പറയുന്നുണ്ട്. അത് പാലിയോലിത്തിക് ഏജിലും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ നീഡിൽസ് ഉപയോഗിച്ച് അവർ ചണനാരുകൾ കൊണ്ട് വസ്ത്രം നെയ്തു. അപ്പോൾ ചണനാരുകൾ കൊണ്ട്, എല്ലുകളിൽ നിന്ന് നിർമ്മിച്ച സൂചി കൊണ്ട് അവർ വസ്ത്രം നെയ്തു. ഷാർപ്പൻഡ് ആൻഡ് പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ് വെയർ യൂസ്ഡ്. മുനയുള്ളതും മിനുസപ്പെടുത്തിയതുമായ ശിലായുധങ്ങൾ ഉപയോഗിച്ചു. ഷാർപ്പൻഡ് ആൻഡ് പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ് വെയർ യൂസ്ഡ്. അടുത്തത്, മെയ്ഡ് പോട്ട്സ് ഓഫ് ക്ലേ. കളിമൺ പാത്രങ്ങൾ നിർമ്മിച്ചു. കളിമണ്ണ് കൊണ്ട് അവർ പാത്രങ്ങൾ നിർമ്മിച്ചു. റാഫ്റ്റ്സ് വെയർ യൂസ്ഡ് ഫോർ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ. ചങ്ങാടങ്ങളൊക്കെ അവർ വാട്ടർ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഉപയോഗിച്ചു. അടുത്തത്, പ്ലോഷ്യർ ആൻഡ് സ്പേഡ് വെയർ മെയ്ഡ് ഓഫ് വുഡ്. തടി കൊണ്ടുള്ള കലപ്പയും അതുപോലെ തന്നെ തൂമ്പയും അവർ നിർമ്മിച്ചു.
പ്ലോഷർ ആൻഡ് സ്പേഡ് വെയർ മെയ്ഡ് ഓഫ് വുഡ്. പ്ലോഷർ എന്ന് വെച്ചാൽ കലപ്പ, സ്പേഡ് എന്ന് വെച്ചാൽ തൂമ്പ. അപ്പോൾ വുഡ് കൊണ്ട്, തടി കൊണ്ട് അവർ കലപ്പയും തൂമ്പയും ഒക്കെ നിർമ്മിച്ചു. അപ്പോൾ ഇത്രയാണ് അവർ ടെക്നോളജിക്കലി അറ്റൈൻ ചെയ്ത പ്രോഗ്രസ്. നിയോലിത്തിക് ഏജിലെ ടെക്നോളജിക്കലി അറ്റൈൻ ചെയ്ത പ്രോഗ്രസ് ചോദിച്ചാൽ ഇതിൽ ഒരു 5 എണ്ണമെങ്കിലും നിങ്ങൾ മിനിമം എഴുതണം. അറിയാമെങ്കിൽ അതിൽ കൂടുതൽ എഴുതാം. വലിയ പാടൊന്നുമില്ല പഠിക്കാനായിട്ട്, അധികം എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. അവർ അറ്റൈൻ ചെയ്ത ആ ഒരു പ്രോഗ്രസ് മാത്രമാണ് ഇതിൽ പറയുന്നത്. ഇനി നമുക്കിതിൻ്റെ മലയാളം നോക്കാം. നവീന ശിലായുഗത്തിലെ സാങ്കേതിക നേട്ടങ്ങൾ. മരപ്പിടിയുള്ള കൽക്കോടാലികളും കല്ലുകൊണ്ടുള്ള അരിവാളുകളും ഉപയോഗിച്ചു. മൺപാത്ര നിർമ്മാണത്തിന് തടി കൊണ്ടുള്ള ചക്രങ്ങൾ ഉപയോഗിച്ചു. കല്ല്, തടി, എല്ല് എന്നിവ ഉപയോഗിച്ചുകൊണ്ട് അവർ ആഭരണങ്ങൾ നിർമ്മിച്ചു. ചൂണ്ടയും ചാട്ടുളിയും ഉപയോഗിച്ചു. എന്തിനു വേണ്ടിയാണ്? മീൻ പിടിക്കുന്നതിന് വേണ്ടി അവർ ചൂണ്ടയും ചാട്ടുളിയും ഉപയോഗിച്ചു. എല്ലുകൊണ്ട് നിർമ്മിച്ച സൂചി ഉപയോഗിച്ച് ചണനാരുകൾ കൊണ്ട് വസ്ത്രങ്ങൾ നെയ്തു. അപ്പോൾ അന്ന് അവർ വസ്ത്രങ്ങൾ നെയ്തിരുന്നത് അവർ തന്നെ എല്ലുകളിൽ നിന്ന് നിർമ്മിച്ച സൂചി കൊണ്ട് ചണയുടെ നാരുകൾ വെച്ചിട്ടാണ് അവർ വസ്ത്രങ്ങളൊക്കെ നെയ്തിരുന്നത്. മുനയുള്ള മിനുസപ്പെടുത്തിയ ശിലായുധങ്ങൾ ഉപയോഗിച്ചു. മുനയുള്ളതും അതുപോലെ തന്നെ മിനുസപ്പെടുത്തിയതുമായിട്ടുള്ള ശിലായുധങ്ങൾ ഉപയോഗിച്ചു. കളിമൺ പാത്രങ്ങൾ നിർമ്മിച്ചു. കളിമണ്ണ് കൊണ്ട് അവർ പാത്രങ്ങൾ നിർമ്മിച്ചു. ചങ്ങാടങ്ങൾ ഉപയോഗിച്ചു. അപ്പോൾ ചങ്ങാടങ്ങൾ സഞ്ചാരത്തിന് വേണ്ടി ഉപയോഗിച്ചു. തടി കൊണ്ടുള്ള കലപ്പയും തൂമ്പയും നിർമ്മിച്ചു. അവർ തടി കൊണ്ട് കലപ്പയും അതുപോലെ തന്നെ തൂമ്പയും ഒക്കെ നിർമ്മിച്ചു. അപ്പോൾ ഇത്രയാണ് അവർ ആ നിയോലിത്തിക് ഏജിൽ, നവീന ശിലായുഗത്തിൽ അറ്റൈൻ ചെയ്ത ടെക്നോളജിക്കൽ പ്രോഗ്രസ് അല്ലെങ്കിൽ സാങ്കേതിക നേട്ടങ്ങൾ എന്ന് പറയുന്നത്. നവീന ശിലായുഗത്തിൽ അവർ അറ്റൈൻ ചെയ്തിട്ടുള്ള സാങ്കേതിക നേട്ടങ്ങളാണ് ഇവയൊക്കെ. അപ്പോൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങളൊരു മിനിമം ഒരു 5 എണ്ണമെങ്കിലും ഇതിൽ നിന്ന് എഴുതാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഇത്രയും വെച്ചിന്ന് സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളുടെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾ കയറി കാണുക. പിന്നെ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക്